നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാത്താൻ സേവയാണെന്ന് കുടുംബം സംശയിച്ച കിളിയൂർ ജോസിന്റെ കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടുകളെന്ന് റിപ്പോർട്ട്. മകൻ പ്രജിന്റെ പഠനത്തിനായി ജോസ് ഏഷ്യൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഏജന്റായ ഡോക്ടർ നിയാസിന് കൈമാറിയ പണം മെഡിക്കൽ കോളേജിൽ അടച്ചിരുന്നില്ല. ഇത് വ്യക്തമാക്കുന്ന ജോസും ഡോക്ടർ നിയാസും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. ഡോക്ടർ നിയാസ് കാരണം MBBS കരിയറിൽ തനിക്ക് നഷ്ടമായത് 3 വർഷമെന്ന് പ്രജിൻ പറയുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നു. ഡോക്ടർ നിയാസുമായുള്ള ഫോൺ സംഭാഷണത്തിനെ മകന്റെ ഭാവി എന്തിനാണ് തകർത്തതെന്ന് ജോസ് ചോദിക്കുന്നുണ്ട്. ഡോക്ടറെ വിളിച്ചിട്ട് മറുപടിയില്ല. HSKക്ക് 95,000 രൂപ നൽകിയിരുന്നു, എന്നാൽ ഇത് അടച്ചിട്ടില്ല. ഡോക്ടർ എന്തിനാണ് 95,000 രൂപ വാങ്ങിയെന്ന് ജോസ് ചോദിക്കുമ്പോൾ താനൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് ഡോക്ടർ നിയാസ് പറയുന്നത്. പിന്നെ ആരാണ് വാങ്ങിയതെന്ന് ജോസ് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ പ്രൂഫ് കൊണ്ടുവരുമെന്നും പോലീസിന് പരാതി കൊടുക്കൂ എന്നുമാണ് ഡോക്ടർ നിയാസ് മറുപടി പറയുന്നത്. പ്രജിൻ ബന്ധുവിന് അയച്ച വാട്സാപ്പ് സന്ദേശത്തിലും ഡോക്ടർ നിയാസിനെതിരെ ആരോപണമുണ്ട്. ഇതിനു പുറമെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും പ്രജിൻ സൂചിപ്പിക്കുന്നുണ്ട്. ഏജൻസി ഫീസായി 50,000 രൂപ അടച്ചതായി പ്രജിൻ ശബ്ദ സന്ദേശത്തിൽ പറയുകയാണ്. ഏഷ്യൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴിയാണ് ഫീസ് അടച്ചത്. 4 ലക്ഷം രൂപ സ്വർണം പണയം വെച്ച് ഏജൻസിക്ക് കൊടുത്തു. HSKയുടെ 95,000 രൂപ നിയാസിന് നൽകി. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് 59,500 രൂപ നൽകി. കോഴ്സിന്റെ 8ാമത്തെ കൊല്ലം താൻ പാസ്സായി. മാർക്ക് ലിസ്റ്റ് ചോദിച്ചിട്ടും കിട്ടിയില്ല. ഫീസ് അടച്ചിട്ടില്ലെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഏജൻസിക്കാണ് നഷ്ടമായത് 3 വർഷമാണ്. പഠനത്തിന് 85 ലക്ഷം രൂപ ചെലവായി. ലണ്ടനിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിച്ചത്. 27 വയസ്സായിട്ടും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അമ്മയെയും അച്ഛനെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണെന്നും പ്രജിൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായി അന്വേഷിക്കുന്നില്ല എന്ന ആരോപണം ശക്തം. സാത്താൻ സേവ വിട്ട് കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. കിളിയൂർ ജോസിന്റെ മരണത്തിൽ പോലീസിന് ഇതുവരെയും വ്യക്തത വരുത്താനായിട്ടില്ല. മകൻ പ്രജിൻ കൊലപാതകം നടത്താനുള്ള പ്രധാന കാരണത്തിലേക്കാണ് പോലീസ് ഇതുവരെ എത്താത്തത്. മകനെ ഒരിക്കലും ജോസ് കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് ഭാര്യ സുഷമ പറയുന്നു. പ്രജിനെയും കുടുംബത്തെയും ചതിച്ചത് ഏഷ്യൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലെ ഡോക്ടർ നിയാസ് ആണെന്ന് സുഷമ പ്രതികരിച്ചു. ജോസിന്റെ കൊലപാതകം നടന്ന 1 മാസം പിന്നിടുമ്പോഴായിരുന്നു ഈ പ്രതികരണം. പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് 20 ദിവസം പിന്നിടുമ്പോഴാണ്. നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി ഷാജി പ്രതിയെ ചാർവിള ബംഗ്ലാവിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അന്ന് ഡിവൈഎസ്പി പറഞ്ഞത് പിതാവ് ജോസ് നിരന്തരം പ്രജനെ കുറ്റപ്പെടുത്തിയിരുന്നുവെന്നാണ്. ഇതിന്റെ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും. തങ്ങൾ എല്ലാ വർഷവും തോമസ് കുക്ക് വഴിയാണ് അടച്ചുകൊണ്ടിരുന്നത്. ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കാൻ നോക്കിയപ്പോൾ കോവിഡിനെ തുടർന്ന് അവിടെ ഓഫീസ് അടച്ചിട്ടുണ്ടെന്നായിരുന്നു മറുപടി. ഇത് കാരണം ഫീസ് തങ്ങൾ തന്നെ റിട്ടേൺ ആയി കിട്ടിയെന്ന് പ്രജിന്റെ മാതാവ് പറയുന്നുണ്ട്. ആ സമയം തന്നെ പ്രജനെ ചൈനയിൽ കൊണ്ടുപോയ നിയാസ് ഡോക്ടറുമായി കുടുംബം ബന്ധപ്പെട്ടു. പിന്നാലെ ഫീസ് എറണാകുളത്തിൽ ഓഫീസിൽ എത്തിക്കാനും ഇയാൾ ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം ജോസ് ട്രെയിൻ മാർഗം പണമായി തന്നെ ഈ ഫീസ് ഓഫീസിലേക്ക് എത്തിച്ചു. ഫീസ് നിയാസ് തന്നെ ചൈനയിൽ അടയ്ക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ഇത് അടച്ചതിന്റെ റെസീപ്റ്റോ മറ്റൊന്നും തന്നെ ഇവർക്ക് നൽകിയിരുന്നില്ല. HSKയുടെ ഫീസ് കൂടെ അടയ്ക്കാനുണ്ടെന്ന് ഇയാൾ പറഞ്ഞതോടെ ഇതിനു വേണ്ടിയും 95,000 രൂപ ഇവർ നൽകി. 3 ദിവസം കഴിഞ്ഞായിരുന്നു ആ പണം നൽകിയത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റിന് വേണ്ടി നിയാസിന്റെ അടുത്തേക്ക് പ്രജിൻ എത്തിയിരുന്നു. പക്ഷേ നിയാസ് ഈ പണം കോളേജിൽ അടയ്ക്കാത്തത് കൊണ്ട് തന്നെ പ്രജിന് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നു. ഇയാളാണ് ഈ ഒരു ക്രൂരകൃത്യത്തിന് കാരണമെന്നാണ് സുഷമ പറയുന്നത്. ഇയാൾ ഈ പണം അടച്ചിരുന്നുവെങ്കിൽ പ്രജിന് ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയേനെ. ഡിവൈഎസ്പി ഷാജി പറഞ്ഞതുപോലെ ജോസ് ഒരിക്കലും പ്രജിനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുള്ളൂവെന്ന് സുഷമ സാക്ഷ്യപ്പെടുത്തുന്നു. നിയാസ് ഡോക്ടറാണ് ഇതിനെല്ലാം കാരണം. അയാൾ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നുവെങ്കിൽ എന്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. പ്രജിൻ ഈ കൃത്യം ചെയ്തതിന് പിന്നിൽ നിരന്തര കുറ്റപ്പെടുത്തലാണെന്ന് ഡിവൈഎസ്പി പറഞ്ഞതിലും അതൊന്നുമല്ല സത്യമെന്നും പ്രജിനെ ഇങ്ങനെയാക്കി മാറ്റിയതിൽ പ്രധാന കാരണക്കാരൻ ഡോക്ടർ നിയാസ് ആണെന്നും പറയുകയാണ് സുഷമ. നിയാസ് മുഖേനയാണ് പ്രജിനെ ചൈനയിൽ മെഡിക്കൽ പഠനത്തിനായി കുടുംബം അയച്ചത്. ഏറെ പ്രതീക്ഷകളായിട്ട് പോയിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തുടർ പഠനം നടത്താനാകാതെ വീട്ടിൽ തന്നെ ചുരുണ്ടുകൂടിയ പ്രജിൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുകയായിരുന്നുവെന്ന് അമ്മ പറയുന്നു. ആഭിചാരവും ദുർമന്ത്രവാദവും ഉൾപ്പെടെ സംശയിക്കുന്ന കേസിൽ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും നിർണായകമാണ്. കേസിൽ പ്രതിയായ മകൻ പ്രജിന്റെ ഫോണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം പുരോഗമിച്ചിരുന്നത്. കൊലപാതകം നടക്കുന്നതിന് 4 ദിവസം മുമ്പ് പ്രജിൻ ഐഫോൺ പൂർണ്ണമായി ഫോർമാറ്റ് ചെയ്ത ശേഷം രക്ഷിതാക്കൾക്ക് തിരികെ ഏൽപ്പിച്ചിരുന്നു. ഇതിന് തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞായിരുന്നു തിരികെ നൽകിയത്. എന്നാൽ പ്രജിന് 5 ഫോണുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് പിന്നീട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിൽ ഏത് ഫോണാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയും എടുത്തിരുന്നു. ഈശ്വര വിശ്വാസത്തോടും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയും ജീവിച്ചു പോന്നിരുന്ന പ്രജിന് പ്രകടമായ മാറ്റം ആദ്യകാലങ്ങളിൽ മാതാപിതാക്കൾ ഗൗരവമായി കണ്ടിട്ടില്ല. നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ അത് വീട്ടിലെ കലഹങ്ങൾക്കും കയ്യാങ്കളികൾക്കും കാരണമായി. പ്രജിൻ കൂടുതൽ സമയം ചിലവഴിക്കുന്ന വീടിന്റെ 2ാമത്തെ നിലയിൽ മാതാപിതാക്കൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അർദ്ധരാത്രികളിൽ വാഹനമെടുത്ത് പുറത്തുൾപ്പെടെ പോകുന്ന പ്രജിൻ എപ്പോഴെങ്കിലും ഒക്കെയാണ് തിരികെ എത്തിയിരുന്നത്.
ചോദ്യം ചെയ്താൽ മാതാപിതാക്കളെ ദേഹോപദ്രവം ചെയ്യാനും മടിച്ചില്ല. കൊച്ചിയിൽ സിനിമാ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി പിതാവിനോട് പണം ചോദിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതേ ചൊല്ലി കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ജോസിനെ പ്രജിൻ മർദ്ദിച്ചിരുന്നുവെന്നും സൂചനയുണ്ട്. ഇൻക്വസ്റ്റ് വേളയിൽ ജോസിന്റെ ശരീരത്തിൽ കണ്ട മർദ്ദനമേറ്റ പാടുകൾ 2 മാസത്തോളം പഴക്കമുള്ളതായിരുന്നു. ഇതായിരുന്നു പോലീസിനെ സംശയത്തിലാക്കിയത്. പള്ളിയിൽ പോകാനും പാട്ടുപാടാനും പ്രസംഗിക്കാനും ഒക്കെ മുൻപന്തിയിൽ നിന്നിരുന്ന പ്രജിൻ ശരാശരി മാർക്കോടെ സ്കൂളും കോളേജും പൂർത്തിയാക്കി 2014 മെഡിക്കൽ പഠനത്തിനായി ചൈനയിലേക്ക് പോയത്. ഏക മകന്റെ ആഗ്രഹങ്ങൾക്ക് എതിരു നിൽക്കുന്നവരായിരുന്നില്ല കിളിയൂരിലെ ചാരുവിള വീട്ടിൽ ജോസും ഭാര്യ സുഷമയും. വലിയ തുക ഫീസ് വരുമായിരുന്നുവെങ്കിലും മകന്റെ ആഗ്രഹം നിറവേറ്റാൻ ആ കുടുംബം തീരുമാനിച്ചു. ചൈനയിൽ ഏജൻസി മുഖേന അഡ്മിഷൻ എടുത്തു. ഫീസ് അടയ്ക്കാൻ പണം നേരിട്ട് ഏജൻസിയിൽ എത്തിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ജോസ് ആയിരുന്നു പണമടയ്ക്കാൻ ഓഫീസിലെത്തിയത്. എന്നാൽ ഇത് തട്ടിപ്പ് സംഘമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കുടുംബം ഏറെ വൈകി. ഇതോടെ പ്രജിന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അച്ഛന്റെ അശ്രദ്ധയാണ് തന്റെ ഭാവി തകർത്തതെന്ന അമർഷം എപ്പോഴോ പ്രജിന്റെ മനസ്സിൽ കയറിക്കൂടി. പലപ്പോഴും ദേഷ്യപ്പെടുകയും കുടുംബത്തോട് വിരോധം പ്രകടിപ്പിക്കുകയും പ്രജിൻ പതിവാക്കി. കുടുംബത്തെ അലട്ടിയിരുന്ന സാമ്പത്തിക ബാധ്യതകൾ പ്രജിന് കുടുംബം അറിയിച്ചിരുന്നില്ല. ഫീസ് അടയ്ക്കാൻ പോലും സഹോദരിയുടെ സ്വർണമാണ് പണയം വെച്ചത്. ഏറ്റവും ഒടുവിലായി 1.5 കോടി സിനിമ പിടിക്കാൻ ആവശ്യമാണെന്ന് പറഞ്ഞെങ്കിലും സ്ഥലം വിലയായില്ലെന്ന് ജോസ് പറഞ്ഞത് പ്രജിനെ വല്ലാതെ ചൊടിപ്പിക്കുകയും മർദ്ദനത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ നിരന്തരം തർക്കം നടന്നുവെങ്കിലും ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് സുഷമ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൂടാതെ മകന് ജാമ്യം നൽകരുതെന്നും ആ അമ്മ ആവശ്യപ്പെട്ടിരുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ തീർച്ചയായും ഇക്കാര്യങ്ങൾ പറഞ്ഞ തന്നെയും മകളെയും കൊലപ്പെടുത്തുമെന്നാണ് ഈ അമ്മ ഇപ്പോഴും ഭയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.